നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് പ്രവാസി സെൻ്ററിൻ്റെ 6ാമത് വാർഷികം ഉണർവ് ജൂലൈ 26-ന് കഞ്ചിക്കോട് നടക്കും. ലോക വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തു വരുന്നവരുടെയും ജീവിച്ചു വരുന്നവരുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണ് PPC പ്രവർത്തിക്കുന്നതെന്ന് സെക്രട്ടറി ശശികുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോവിഡ് കാലത്ത് പ്രവാസികൾക്ക് തിരിച്ചെത്താനായി ചാർട്ടേഡ് വിമാനം ഏർപ്പാടാക്കിയ സംഘടന ഫ്രീയായി വിമാന ടിക്കറ്റ് നൽകുകയും ചെയ്ത സംഘടന ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണം ഏറ്റെടുത്തിരിക്കുന്ന 2026 വർഷത്തിൽ വിവിധ ആശുപത്രികളിൽ സ്ത്രീ സൗഹൃദ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. 2026 വാർഷികത്തിൽ അംഗങ്ങളുടെ കലാകായിക മത്സരം, ആരോഗ്യ പാചക മത്സരം എന്നിവ സംഘടിപ്പിക്കും. ഉന്നത പരീക്ഷകളിൽ വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ അനുമോദിക്കുന്നതിനോടൊപ്പം തന്നെ വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവരെയും അനുമോദിക്കും. പ്രവാസികളുടെ മക്കൾ രൂപകൽപ്പന ചെയ്ത ലോകോത്തര നിലവാരമുള്ള N² ടീ ബാറ്റിൻ്റെയും ബോളിൻ്റെയും പ്രദർശനവും ഉണ്ടാകും. നാടൻ കലാ അവതരണം, വിവിധ വിഷയങ്ങളിലുള്ള സിമ്പോസിയങ്ങൾ, സംരംഭകർക്കുള്ള ബോധവൽക്കരണം, സംരംഭങ്ങളുടെ ആരംഭം, പുസ്തക പ്രകാശനം എന്നിവയും വാർഷികത്തിൻ്റെ ഭാഗമായി നടക്കുമെന്നും ശശികുമാർ പറഞ്ഞു. പ്രസിഡന്റ് KK പ്രദീപ് കുമാർ, വൈസ് പ്രസിഡന്റ് മേതിൽ കുമാർ, ജിജി ഫിലിപ്പ്, രമേശ് ബാബു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിംഗിൾ പോയിന്റ് ഓഫ് കോൺടാക്ട് ഫോർ ആൾ പാലക്കാടൻസ് അക്രോസ് ദി ഗ്ലോബ്. അതായത് അതിർത്തികൾക്കപ്പുറമുള്ള ഒരു സംഘടന. അത് പാലക്കാട് രജിസ്റ്റർ ആസ്ഥാനമാക്കി പാലക്കാട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഗ്ലോബൽ സംഘടനയാണ്. അതിലാണ് പ്രസിഡന്റ് പറഞ്ഞ മാതിരി 27 രാജ്യങ്ങളുടെ പ്രവാസികളുണ്ട്. അപ്പോൾ പ്രവാസികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രവാസികൾ തിരിച്ചു വന്നാലും ഇതിന് മെമ്പർഷിപ്പ് തുടരാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി പ്രവാസി ഇല്ലാതായാൽ പ്രവാസിയുടെ പങ്കാളിക്ക് വീണ്ടും മെമ്പർഷിപ്പ് കിട്ടുന്നു. അപ്പോൾ ആജീവനാന്ത മെമ്പർഷിപ്പ് എന്നുള്ളത് ആജീവനാന്തമായി തന്നെ കാണിക്കുകയാണ് ആ രൂപത്തിലുള്ള ഒരു സംഘടന. ഒട്ടേറെ വ്യത്യസ്തതകളാണ് ഈ സംഘടന. എന്തുകൊണ്ടെന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാലക്കാട് രജിസ്റ്റർ ചെയ്തൊരു ഗ്ലോബൽ സംഘടന എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ അത്തരത്തിലുള്ള സംഘടന നമുക്ക് കാണാൻ പറ്റും തോന്നുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2, ഇത് രാഷ്ട്രീയത്തിനോ മതത്തിനോ സമുദായത്തിനോ എല്ലാം അതീതമായിക്കൊണ്ട് പാലക്കാടുകാരുടെ കൂട്ടായ്മ, പാലക്കാടുകാർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മുൻതൂക്കവും പ്രാധാന്യം കൊടുക്കുന്നത്. പ്രസിഡന്റ് പറഞ്ഞ മാതിരി ഒട്ടേറെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1, 2, 3, 4, 5 വർഷങ്ങളിലുള്ള വാർഷിക യോഗങ്ങൾ തന്നെ നടന്നത് പാലക്കാടിൻ്റെ ടൗണിലല്ലാതെ പാലക്കാടിൻ്റെ വിവിധ പ്രാന്തപ്രദേശങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടാണ്. കൊല്ലംകോടായാലും ശരി, കുഴമന്നശ്ശേരി, പരുത്തിപ്പുള്ളിയിലായാലും ശരി, കഞ്ചിക്കോടായാലും ശരി, പാലക്കാട് ടൗണിലായാലും അങ്ങനെ മാറിയുള്ള ഓരോ പ്രദേശങ്ങൾ എടുത്തുകൊണ്ട് അവിടങ്ങളിൽ വെച്ചാണ് ഇതിൻ്റെ എല്ലാം തന്നെ യോഗങ്ങൾ നടക്കാറുള്ളത്. പ്രവാസികൾക്ക് പ്രത്യേകിച്ച് ഇത് 2020 ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മളെല്ലാവരും നേരിട്ട ഒരു കോവിഡ് ആയിരുന്നു. ആ കോവിഡ് കാലത്ത് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റ് തുടങ്ങിയ ഒരു സംഘടന ചാർട്ടേഡ് ഫ്ലൈറ്റ് ആസൂത്രണം ചെയ്യുന്നു, അത് നടപ്പിലാക്കുന്നു, 180 പേരെ കൊണ്ടുവരുന്നു, 180 പേര് ബഹുഭൂരിപക്ഷം ആളുകൾക്കും സൗജന്യ യാത്ര ഉറപ്പാക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് 2020 ഉണ്ടായത്. അതുപോലെ തന്നെ പ്രവാസികൾക്ക് സൗജന്യമായ വിമാന ടിക്കറ്റുകൾ കൊണ്ടതാണ് അന്ന് ചെയ്തത്. പിന്നീട് അന്ന് തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് 2 വെന്റിലേറ്റർ വേണമെന്ന് പറഞ്ഞിരുന്നു. 2 വെന്റിലേറ്ററുകൾ, അത് മെയ്ക്ക് ഇൻ ഇന്ത്യ ആയിട്ടുള്ള 2 വെന്റിലേറ്റർ കൊടുക്കുവാനും അന്ന് നമുക്ക് സാധിച്ചു. ഇതൊരു ചരിത്രമാണ്. അതുപോലെ സ്ഥിരമായ ലൈഫ് ലൈൻ ഗ്രൂപ്പുണ്ട്, സ്ഥിരം ലൈഫ് മെമ്പർഷിപ്പ് സുരക്ഷയുണ്ട്, പ്രമുഖ ആശുപത്രികളുമായിട്ട് ഇളവുകളും നമ്മൾ നിലവിലുണ്ട്. കാരണം പ്രവാസികളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാർ എല്ലാം തന്നെ നാട്ടിലായിരിക്കും. അവർക്ക് കിട്ടുന്ന ആശുപത്രി സേവനങ്ങൾ സുതാര്യമാക്കാനും ഡിസ്കൗണ്ട് എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, പരിഗണന, മുൻഗണന എന്നുള്ള കാര്യങ്ങളിൽ കൂടി ഒരു ഉറപ്പുവരുത്താനുള്ള സംഘടനാപരമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.